നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഒടുവിൽ ഒരു രാഷ്ട്രാന്തരീയ ബഹുമതി കൂടി കിട്ടിയിരിക്കുകയാണ്. ഏതാണ്ട് ലോകത്തിലെ 11 രാജ്യങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. അത്രയേറെ പദവികൾ. ഈ 12ാമത്തെ ഒരു രാജ്യം കൂടി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് നമ്മുടെ കരീബിയൻ രാജ്യമായ ഡൊമിനിക്കയാണ്. ഡൊമിനിക്കയുടെ ഒരു പ്രത്യേകത, ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ, റഷ്യ പോലുള്ള വൻകിട, റഷ്യയും ഫ്രാൻസും ഒക്കെ ആ രാജ്യത്തെ പരമോന്നത ബഹുമതി കൊടുത്ത് അദ്ദേഹത്തെ നേരത്തെ ആദരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേകത, ലോകത്തിലെ ഒരു കൊച്ചു രാജ്യം, ഒരു ദരിദ്ര രാജ്യം, പരമദരിദ്ര രാജ്യം, അവരുടെ ഏറ്റവും ദുരിതം പിടിച്ച കാലത്ത് അവരുടെ ആത്മരക്ഷയ്ക്കെത്തി അവരെ ചേർത്ത് പിടിച്ച ഒരു മഹത്തായ രാജ്യമെന്ന നിലയിലാണ് ഇന്ത്യയെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവരെ ആദരിക്കുന്നത്. അതെ, എന്താണ് ആ ആദരവിന് എൻ്റെ സവിശേഷത? നമുക്കത് വിശദമായിട്ട് പറയാം. ഇത് ഒന്നാമത് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് വലിയ വിലയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കാൻ സമയവും പണവും നാവും ചെലവഴിക്കുന്ന ആൾക്കാർ, നമ്മുടെ മാധ്യമപ്രവർത്തകർ, നമ്മുടെ രാജ്യത്തിന് പ്രധാനമന്ത്രിയിലൂടെ ഇത്രയും വലിയൊരു നേട്ടം, ഒരു എന്താ പറയേണ്ടത്, ഒരു പ്രശസ്തി എന്നിട്ട് അതൊന്ന് എന്താ പറയുക, ഒരു ചെറിയൊരു വാർത്തയെങ്കിലും കൊടുക്കാൻ അവർ മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ്. സത്യത്തിൽ അവർ ഈ നരേന്ദ്രമോദിയോട് കാണിക്കുന്ന രാഷ്ട്രീയ ഐത്തം അല്ലെങ്കിൽ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ അതവർ BJP-യോട് കാണിച്ചോട്ടെ, പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് കാണിക്കരുത് എന്ന് എനിക്ക് ആദ്യമേ ഒരു അഭ്യർത്ഥനയുണ്ട്. അത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കാം, പക്ഷെ പ്രധാനമന്ത്രിയെ നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജനാധിപത്യത്തിൽ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് മോദി ഭരണത്തിൽ കയറിയപ്പോൾ വന്ന ഏറ്റവും വലിയ ഒരു അവലക്ഷണമാണ്. നമ്മൾ ജനാധിപത്യവാദികളാണ്, എന്നാൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി നമുക്ക് വിയോജിപ്പുള്ള ഒരാളാണെങ്കിൽ പിന്നെ ആ പ്രധാനമന്ത്രിയെ തന്നെ അംഗീകരിക്കില്ല എന്ന നിലപാട്. സത്യത്തിൽ ഇപ്പോൾ ഈ പ്രധാനമന്ത്രി എന്നല്ല, ഏത് പ്രധാനമന്ത്രിക്കും കിട്ടുന്ന ഏതൊരു അംഗീകാരവും ഈ രാജ്യത്തിന് കിട്ടുന്ന അംഗീകാരമാണ്. ഓരോ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മാധ്യമപ്രവർത്തകർ തിരിച്ചറിയണം. കാരണം ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. OBC-കാരനോ? അതെ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനൊരു പ്രധാനമന്ത്രി, അങ്ങനൊരു എന്താ പറയേണ്ട, ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നൊരാൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നാക്ക വിഭാഗം എന്ന നിലയിൽ ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിലെ പിന്നാക്ക വിഭാഗം തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും മൈക്രോസ്കോപ്പ് ഒരു ഏറ്റവും ചെറിയ മൈനോറിറ്റിയായ സിഖുകാരൻ പോലും പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഒരു മഹത്വമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനെയും നമ്മൾ അങ്ങനെയൊക്കെ കണ്ട് അതിനെ സ്വീകരിക്കേണ്ടതാണ്, ഉൾക്കൊള്ളേണ്ടതാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ ഈ കോവിഡ് മഹാമാരി ലോകം മുഴുവനും പടർന്നു പിടിച്ചു. അപ്പോൾ വലിയ പ്രതിസന്ധിയിലായി. അപ്പോൾ ഈ മരുന്ന് അറിയാമല്ലോ, അത് ഉൽപ്പാദിപ്പിക്കാൻ വലിയ ചിലവാണ് വന്നത്. എന്തായാലും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ കോവാക്സിൻ ഡെവലപ്പ് ചെയ്തു. അതിന് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെ, അതിന് എതിർപ്പുണ്ടായി, അതിൻ്റെ സൈഡ് എഫക്റ്റുകളുണ്ട്. പക്ഷേ അന്നത്തെ ആ ഒരു പാൻഡമിക് സിറ്റുവേഷൻ, ആ ഒരു എന്താ പറയുക, അതിഭീകരമായ ഒരു പകർച്ചവ്യാധി ഇങ്ങനെ പിന്നെ വലിയ തുറന്ന് നമ്മളെ അതെ കാട്ടുതീ പോലെ പടരുന്ന ഒരു സാഹചര്യത്തിൽ അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അത് അന്നത്തെ ലോകത്തിന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അത് നമ്മൾ എന്തായാലും അത് ചെയ്തു. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും അത് ഫ്രീ ആയിട്ടൊക്കെ കിട്ടി. പകരം നമ്മൾ പല ലോകരാഷ്ട്രങ്ങളിലേക്കും, ഈ ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക്, ദരിദ്ര രാജ്യങ്ങളിലേക്ക്, വികസനം എത്തി നോക്കാത്ത അവികസിത രാഷ്ട്രങ്ങളിലേക്കൊക്കെ നമ്മൾ ഈ മരുന്ന് സൗജന്യമായിട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ മരുന്ന് സൗജന്യമായി കൊടുത്ത ഒരു രാജ്യമാണ് ഈ കരീബിയൻ രാജ്യമാണ് ഈ ഡൊമിനിക്ക. അവിടെ മാഷ് പറഞ്ഞതുപോലെ ആകെ 75,000 ഏതാണ്ട് 4,00,000 പേരെ അവിടെ താമസിക്കുന്നു. അപ്പോൾ അവർ എന്ന് വെച്ചാൽ അവർക്ക് ഈ പണം കൊടുത്ത്, വലിയ വില കൊടുത്ത് ഈ അമേരിക്കൻ വാക്സിനോ മറ്റോ വാങ്ങാനുള്ള പണം അവരുടെ കയ്യിലില്ലായിരുന്നു. ഈ 75,000 പേർക്ക് പോലും, ഈ 4,00,000 പേർക്ക് പോലും. പക്ഷേ നമ്മൾ അവർക്ക് സൗജന്യമായിട്ട് ഈ മരുന്ന് എത്തിച്ചു. അവരുടെ 750 സ്ക്വയർ കിലോമീറ്റർ അത്രയൊക്കെ വളരെ ചെറിയ കൊച്ചു രാജ്യം. ലോകത്ത് ആരോടും എന്താ പറയുക, നമ്മുടെ ഒരു കൊച്ചിൻ ഐലൻഡ് പോലെ അത്രയൊക്കെ ഉള്ളൂ. ആരോടും ഒരു യുദ്ധത്തിനോ വെല്ലുവിളിക്കോ ഒന്നും കരുത്തില്ലാത്ത ഒരു കൊച്ചു രാഷ്ട്രം. പക്ഷേ അവർക്കത് വലിയ അനുഗ്രഹമായി. അവർ അതിനെങ്ങനെ നന്ദി പറയും? അവർക്ക് നന്ദി പറയാൻ വാക്കുകളില്ല.
അപ്പോൾ അതുകൊണ്ട് അവരുടെ രാജ്യത്തെ ഒരു പരമോന്നത സിവിലിയൻ ബഹുമതി കൊടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആദരിക്കുക, ഞങ്ങളുടെ നന്ദി അറിയിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞവർ മുന്നോട്ട് വരികയാണ്. അതാണ് ഇതാണ് വാർത്ത. അപ്പോൾ ഈ ഡൊമിനിക്ക അവാർഡ് എന്നാണ് പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഡൊമിനിക്ക അവാർഡ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് നേരത്തെ അവർ കൊടുത്തിട്ടുള്ളത് എലിസബത്ത് രാജ്ഞിക്ക് കൊടുത്തിട്ടുണ്ട്, ഫിഡൽ കാസ്ട്രോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം വിദേശികൾക്കാണ് അവർ ഈ പുരസ്കാരം കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഇത്രയും പുരസ്കാരമൊക്കെ കൊടുക്കാനും മാത്രമുള്ള വലിയ വിഭവങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. എങ്കിലും അവരവരുടെ നന്ദി, ആ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള നന്ദി അതറിയിക്കുക. ഒരുപക്ഷെ ലോകത്തിലെ വലിയ സമ്പന്ന രാജ്യങ്ങളുടെ അവാർഡിനേക്കാൾ വലുതാണ്, വലിയ വില പാവപ്പെട്ടവന്റെ അവാർഡ്. അതെ അതെ അതെ. കാരണം മറ്റവനുണ്ട് കൊടുക്കാൻ, ഇവിടെ ഇല്ല. ആ ഇല്ലാത്തതിൽ നിന്ന് കൊടുക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ ഈ അവരുടെ ഗയാനയിൽ വെച്ച്, ഈ ആഴ്ചയിൽ ഗയാനയിൽ വെച്ച് ഡൊമിനിക്കൻ പ്രസിഡന്റ് ആണ് ഈ പുരസ്കാരം നൽകുക. ഡൊമിനിക്കൻ പ്രസിഡന്റ് സിൽവാനി ബർട്ടൺ അവരാണ് പുരസ്കാരം കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഒരു സാംസ്കാരിക ബോധത്തിനുള്ള അംഗീകാരം എന്നാണ് രണ്ട് രാജ്യങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയ കാര്യമാണ് ഈ മാറിയ ലോകക്രമത്തിൽ. ഇവിടെ എനിക്ക് എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ രാഷ്ട്രം, എൻ്റെ ഭാഷ, എൻ്റെ സമ്പത്ത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്ത്, ഒരു ലോകക്രമത്തിൽ അങ്ങനെ അല്ലാത്ത ഒന്നും ഈ ലോകത്തുണ്ട്, അതിന് വിപരീതമായൊരു ദിശയും ഈ ലോകത്തുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ഇന്ത്യക്കും അവർക്കും സാധിക്കുന്നു. നമ്മൾ അങ്ങോട്ട് കൊടുത്തപ്പോൾ അവരിങ്ങോട്ടും തന്നു, അല്ലേ? ഒരു മാറിയ ലോകക്രമത്തിൽ ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന അങ്ങ് പറഞ്ഞതുപോലെ 12ാമത്തെ ഒരു പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ്. നേരത്തെ റഷ്യയുടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ വലിയ വിലയുണ്ട്. അതൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ ആ തിളക്കങ്ങൾക്കിടയിൽ ഒരു വേറിട്ട തിളക്കമാണ് ഈ കൊച്ചു രാഷ്ട്രത്തിൽ നിന്ന്, കൊച്ചു രാഷ്ട്രത്തിൻ്റെ വലിയ മനസ്സിന് നമ്മൾ കൊടുക്കേണ്ടത്. അത് പിന്നെ മുമ്പ് റഷ്യ, ഫ്രാൻസ്, സൗദി അറേബ്യ, UAE, ഈജിപ്റ്റ്, പാലസ്തീൻ, ഫിജി, മാലദ്വീപ്, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, പാപ്പുവ ന്യൂഗിനി എന്നീ രാജ്യങ്ങളും അവരുടെ പരമോന്നത പുരസ്കാരം നമ്മുടെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ, പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങൾ നേടിയ ഒരു പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പുരസ്കാര ലഭ്യതയിൽ അനുഭവപ്പെടുന്ന തിളക്കം ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഇതുകൊണ്ട്. അതെ, തീർച്ചയായിട്ടും. അത് ഒരു ഇന്ത്യൻനെസ് എന്ന് പറയുന്നത്, ഇന്ത്യൻ മനസ്സാണ്. നമുക്ക് മാത്രമായിട്ട് ലോകമാകെ ഒരു ദുരിതം നിറയുമ്പോൾ നമ്മുടെ ദുരിതത്തെ നിലക്ക് നിർത്തിക്കൊണ്ട്, വരുതിയിൽ നിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ ആളില്ലാത്ത പരമദരിദ്രമായ ഒരു രാജ്യത്തെ സഹായിക്കുക, അതും ആവശ്യഘട്ടത്തിൽ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയില്ല, അത് തന്നെയാണ് ആവശ്യമുള്ള സമയത്തെ സൗഹൃദം. അത് വലിയ മാതൃകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം നടന്ന സുപ്രധാനമായ ഇത്തരത്തിലുള്ള അനുകമ്പാപൂർണമായ ചില നിലപാടുകളെ നമ്മൾ വേണ്ട വിധം അപ്രീഷിയേറ്റ് ചെയ്യാറില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പണ്ട് ഫേസ്ബുക്കിൽ എഴുതിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ലോകമാകെ അവിടെ മഹാസമുദ്രത്തിലൂടെ ഒഴുകി നടന്നപ്പോൾ അവർക്ക് അഭയം കൊടുക്കാൻ ബംഗ്ലാദേശ് തീരുമാനിച്ചു. അന്ന് ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശ് തീരുമാനിച്ചപ്പോൾ പക്ഷേ അവരുടെ കയ്യിൽ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള കാശില്ല. അന്ന് നരേന്ദ്രമോദി ചെയ്തത് അവിടുത്തെ 300 വീടുകൾ, ഈ അഭയാർത്ഥികൾക്ക് 300 വീടാണെന്ന് എൻ്റെ ഓർമ്മ, 300 വീടുകൾ വെച്ചു കൊടുക്കാൻ ഇന്ത്യ സ്പോൺസർ ചെയ്തു. ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ അവിടെ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന, ബർമയിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്ക് ജാതിയും മതവും വേണമെങ്കിൽ അവർ മുസ്ലിം എത്തിനിസിറ്റി ഉള്ളവരാണെന്നും പറയാം, അതൊന്നും അന്ന് നോക്കാതെ ബംഗ്ലാദേശിന് ആവശ്യമുള്ള നട്ടത്തിൽ മറ്റൊരു കൂട്ടം അതിഥികളെ അല്ലെങ്കിൽ പാവങ്ങളെ അവിടെ അഭയാർത്ഥികളായി സംരക്ഷിക്കാനുള്ള സഹായം ഒരു
അയൽ രാജ്യത്തിന് അതൊരു കൊടുത്തു മനുഷ്യപ്പറ്റിന്റെ അംശം. ഞാനതിനെ ഭാരതീയതയുടെ അംശം എന്നാണ് പറയുക. ഭാരതീയമായൊരു അത് മനസ്സാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. നമ്മുടെ തറവാടാണ് ലോകം എന്നൊരു ചിന്തയുണ്ടല്ലോ. അതെ അതെ, വസുദൈവ കുടുംബം. വസുദൈവ കുടുംബകം എന്ന് വാക്കിലല്ല പ്രവൃത്തിയിലും പലപ്പോഴും മോദി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നമുക്ക് ഇഷ്ടമില്ലാത്തവൻ ഭരിക്കാൻ പാടില്ല ജനാധിപത്യത്തിൽ എന്ന് വാദിക്കുന്ന ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ മനസ്സുണ്ടല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്തവൻ മരിക്കുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയാ. അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഭരിച്ചാൽ പോരെ, എൻ്റെ രാജാധിപത്യം എന്നല്ലേ പറയാ. ആ തരത്തിലൊരു കൺസെപ്റ്റ്, ആ ഒരു മനസ്സ് ഇന്ത്യയിൽ ഇപ്പോഴും വികസിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഒരു ദേശീയമായ ബോധത്തിലേക്ക് നമ്മുടെ ജനാധിപത്യം വളരട്ടെ എന്ന് ആശംസിക്കാൻ മോദിയുടെ ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം എന്ന മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെ രണ്ട് കൈ നീട്ടി അത് നമ്മുടെ പ്രതിപക്ഷവും അതെ അതെ കൈയടിക്കേണ്ടതാണ്. പ്രതിപക്ഷം കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ രാജ്യത്തിന് കിട്ടുന്ന ബഹുമതി ആരിലൂടെ ആകട്ടെ, ഏത് പ്രധാനമന്ത്രിയിലൂടെ ആയാലും അത് രാജ്യത്തിന് കിട്ടുന്ന ബഹുമതിയെ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങാൻ നമ്മുടെ മനസ്സ് സജ്ജമാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഭരണകൂടത്തിന് എപ്പോഴെങ്കിലും അബദ്ധങ്ങൾ പറ്റുമ്പോൾ അത് തിരുത്താനും വിമർശിക്കാനുള്ള അവകാശം കൂടി നമുക്ക് കിട്ടൂ. അങ്ങനെയുള്ളൊരു ശക്തമായ പ്രതിപക്ഷം ഭാരതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ക്രിയേറ്റീവായിട്ടുള്ള ഒരു സർഗാത്മകമായ പ്രതിപക്ഷം, തീർച്ചയായും സൃഷ്ടിയോന്മുഖമായ പ്രതിപക്ഷം നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും ഇതൊരു സന്തോഷവേളയാണ്. നരേന്ദ്രമോദിക്ക് ദീർഘായുസ്സും ആരോഗ്യവും നേരാം. അതെ, തീർച്ചയായിട്ടും.